മഹാഭാരതം, ഗോഡ് ഫാദർ, പിന്നെ ഇന്ത്യൻ പൊളിറ്റിക്സിലെ റിയൽ ഇൻസിഡൻസ്, ഇത് മൂന്നും ഒരു സിനിമയിൽ കൊണ്ടുവരാൻ പറ്റുമോ? ഈ മൂന്ന് കാര്യങ്ങളെയും പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്തൊരു സിനിമയുണ്ട്. അതാണ് 2010 പ്രകാശ് സംവിധാനം ചെയ്ത് റിലീസായ രാജ്നീതി എന്ന ഹിന്ദി സിനിമ. റിലീസായ സമയത്ത് ആ വർഷത്തെ ഏറ്റവും കളക്ഷൻ നേടിയ സിനിമകളിൽ ഒന്നായിരുന്നു രാജ്നീതി. പക്ഷേ 15 വർഷങ്ങൾക്കിപ്പുറം ഇപ്പോൾ ആ സിനിമയെക്കുറിച്ച് ആരും ഒന്നും പറഞ്ഞു കേൾക്കുന്നില്ല. രൺബീർ കപൂർ, അജയ് ദേവ്ഗൺ, മനോജ് ബാജ്പേയി എന്നിവരുടെ കരിയറിലെ മികച്ച കഥാപാത്രങ്ങളുടെ കൂട്ടത്തിലും ഈ സിനിമയിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുന്നില്ല. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത്രയും പ്രത്യേകതയുള്ള ഈ സിനിമയുടെ തിരക്കഥയെക്കുറിച്ചും എവിടെയും പറഞ്ഞു കേൾക്കുന്നില്ല. അങ്ങനെ വിസ്മൃതിയിൽ ആണ്ടു പോകേണ്ട ഒരു സിനിമയല്ല രാജ്നീതി. സോ ഈ വീഡിയോ രാജ്നീതിയെക്കുറിച്ചാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ എന്തായാലും സ്പോയിലേഴ്സ് ഉണ്ട്. പക്ഷേ ഇതെല്ലാം കേട്ട് കഴിഞ്ഞാലും നിങ്ങൾക്കത് കാണാൻ തോന്നുന്ന രീതിയിൽ ആ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനാണ് ഞാൻ പരമാവധി ശ്രമിക്കുന്നത്. സോ നമുക്ക് തുടങ്ങാം. ഈ സിനിമയുടെ പ്രധാന കഥ മഹാഭാരതത്തിൻ്റെ ഒരു ആധുനിക വേർഷനാണെന്ന് പറയാം. മഹാഭാരതത്തിലെ ഒരു പ്രധാന സീനാണ് രാജകുമാരിയായ കുന്തി വിവാഹത്തിന് മുമ്പ് സൂര്യനെ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നു. എന്നിട്ട് ഇത് ആരും അറിയാതെ ആ കുഞ്ഞിനെ അവൾ പുഴയിൽ ഒഴുക്കുന്നു. ഇത് തന്നെയാണ് രാജ്നീതി എന്ന സിനിമയുടെ തുടക്കത്തിലെ സീക്വൻസ്. ഇവിടെ ഭാരതി എന്ന ക്യാരക്ടറാണ് കുന്തിക്ക് പകരം. അവളൊരു വലിയ രാഷ്ട്രീയ നേതാവിൻ്റെ മകളാണ്. പക്ഷേ ആ പാർട്ടിയിൽ അവൾക്ക് താല്പര്യമില്ല. അവൾക്ക് താല്പര്യമുള്ളത് ഒരു വിപ്ലവ പാർട്ടിയുടെ നേതാവിനോടാണ്. അയാൾ ഇവളെക്കാളും പ്രായത്തിൽ മൂത്ത ഒരാളാണ്. ആ ആളോടുള്ള ഇവളുടെ പ്രണയം, അങ്ങനെ ഇവൾ അയാളിൽ നിന്ന് ഗർഭിണിയാവുന്നു. പക്ഷേ അയാൾ ഇപ്പോൾ അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ് എടുക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് ഇവൾ അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കുന്നു. ഇവിടെ ഒരു വ്യത്യാസമുള്ളത്, ഇവിടെ കുന്തിയല്ല, അതായത് ഭാരതിയല്ല കുഞ്ഞിനെ പുഴയിൽ ഒഴുക്കുന്നത്. അവളുടെ സമ്മതമില്ലാതെ, അവളെ കുഞ്ഞിനെ കാണിക്കാതെ അവളുടെ സഹോദരനായ ബ്രിജ് ഗോപാലാണ് ഈ കുഞ്ഞിനെ പുഴയിൽ ഒഴുക്കുന്നത്. അതിനുശേഷം ബ്രിജ് ഗോപാൽ തന്നെ ഭാരതിയെ മറ്റൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നു. പിന്നെ 30 കൊല്ലത്തിന് ശേഷം പ്രസൻറ്റ് ടൈമിലാണ് സിനിമയുടെ കഥ നടക്കുന്നത്. ഇപ്പോൾ മഹാഭാരതത്തിലെ എല്ലാ കഥാപാത്രങ്ങളെയും നമുക്കവിടെ കാണാം. ഭാരതിയാണല്ലോ കുന്തി. അപ്പോൾ കുന്തിയുടെ ഭർത്താവ് പാണ്ഡു എന്ന് പറയുന്നത് ഭാരതിയുടെ ഭർത്താവായിട്ടുള്ള ചന്ദ്രപ്രതാപാണ്. ചന്ദ്രപ്രതാപിൻ്റെ ചേട്ടൻ ഭാനുപ്രതാപ്, അതാണ് ഇവിടുത്തെ ധൃതരാഷ്ട്രർ. ഇവിടെ രാജ്യമല്ല, ഇവർ രണ്ടുപേരും ഒരു പാർട്ടിയുടെ പ്രധാന നേതാക്കളാണ്. ധൃതരാഷ്ട്രക്ക് കണ്ണ് കാണാത്തതാണ് പ്രശ്നമെങ്കിൽ ഇവിടെ ഭാനുപ്രതാപ് പാരലൈസ് ആവുകയാണ്. സോ രണ്ട് അവസ്ഥയിലും ഇയാൾക്കിനി രാജഭരണം കൊണ്ടു നടക്കാൻ പറ്റില്ല. സോ ഇനി അടുത്ത തലമുറയിലുള്ളവരായിരിക്കും ഭരണത്തിലേക്ക് വരേണ്ടത്. ഇവിടെ നമുക്ക് അടുത്ത കഥാപാത്രങ്ങളെ കാണാം. ഭാനുപ്രതാപിൻ്റെ മകനായിട്ടുള്ള വീരേന്ദ്ര പ്രതാപ്, മനോജ് ബാജ്പേയിയാണ് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മുടെ ദുര്യോധനൻ, മൂത്ത ചേട്ടൻ്റെ മൂത്ത മകൻ. ദുര്യോധനൻ സ്ഥാനം കൊണ്ട് രാജാവേണ്ടവനാണ്. പക്ഷേ അച്ഛൻ്റെ പോലും സപ്പോർട്ട് അവനില്ല. അതുകൊണ്ട് തന്നെ അവൻ വളരെ ഇമോഷണലി വൾണറബിളാണ്. വല്ലാതെ ഒരു എടുത്തുചാട്ടക്കാരനാണ്. ചന്ദ്രപ്രതാപിന് 2 മക്കളാണ്. ഒന്നാമത്തെ ആൾ പൃഥ്വിരാജ് പ്രതാപ് എന്ന് പറയുന്ന അർജുൻ രാംപാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം. ഇവിടെ പൃഥ്വിരാജ് പ്രതാപാണ് ഭീമൻ. അയാൾ ഭീമനെ പോലെ ശക്തനാണ്. പക്ഷെ അതേപോലെ അയാൾ ഒരു എടുത്തുചാട്ടക്കാരനാണ്, മുൻകോപിയാണ്. അടുത്തത് സമർ പ്രതാപ്. സമർ പ്രതാപാണ് അർജുനൻ. അർജുനനെ പോലെ അയാൾ ഒരുപാട് കഴിവുകളുള്ള വളരെ സ്മാർട്ടായ ഒരു വ്യക്തിയാണ്. സിനിമയുടെ തുടക്കത്തിൽ അയാൾക്ക് രാഷ്ട്രീയത്തിൽ തീരെ താല്പര്യമില്ല. അയാൾ വിദേശത്തെ അയാളുടെ പഠനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ക്യാരക്ടറാണ് കത്രീന കൈഫ് അവതരിപ്പിച്ച ദ്രൗപദിയുടെ ക്യാരക്ടർ. ഇന്ദു എന്നാണ് ഈ ക്യാരക്ടറിൻ്റെ പേര്. സിനിമയുടെ തുടക്കത്തിൽ ഇന്ദു സമർ പ്രതാപിൻ്റെ കാമുകിയാണ്. പിന്നീടാണ് അവൾ ഈ ദ്രൗപദിയുടെ റോളിലേക്ക് മാറുന്നത്. അടുത്ത ക്യാരക്ടർ, അതാണ് ഇതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടർ, കർണൻ. കർണനായി എത്തുന്ന അജയ് ദേവ്ഗണാണ്. ക്യാരക്ടറിൻ്റെ പേര് സൂരജ് കുമാർ. സൂര്യപുത്രൻ എന്ന് പറയുന്ന ആ ഒരു മീനിങ് കിട്ടുന്ന സൂരജ് കുമാർ എന്ന പേര് തന്നെയാണ് ആ ക്യാരക്ടറിനും കൊടുത്തിരിക്കുന്നത്. ഇനി ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം ബ്രിജ് ഗോപാൽ എന്ന് പറയുന്ന കൃഷ്ണൻ്റെ ക്യാരക്ടറാണ്. നാനാ പടേക്കറാണ് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ശകുനിയുടെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് വിനയ് ആപ്തെ എന്ന ആക്ടറാണ്. ബാബുലാൽ എന്നാണ് ആ ക്യാരക്ടറിൻ്റെ പേര്. അങ്ങനെ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളൊക്കെ നമുക്കിങ്ങനെ ആധുനിക രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. പക്ഷെ പിന്നീട് മഹാഭാരതത്തിലെ സീനുകളല്ല, പക്ക പൊളിറ്റിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും കഥ മഹാഭാരതത്തിലേക്ക് തിരിച്ചു വരുന്നു. അത് കർണൻ എന്തുകൊണ്ട് ദുര്യോധനനോട് ഇത്രയും ലോയലായി നിൽക്കുന്നു എന്നതിൻ്റെ കാരണം നമുക്കറിയാം. കർണൻ ആയുധവിദ്യയൊക്കെ പഠിച്ചതിന് ശേഷം അവൻ്റെ കഴിവുകൾ തെളിയിക്കാൻ പോകുന്ന സമയത്ത് യുവരാജാക്കന്മാരെല്ലാവരും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന ഒരു വേദിയാണത്. അവിടെ വെച്ച് കർണൻ മത്സരിക്കാനുള്ള അവസരം ചോദിക്കുമ്പോൾ അവനോട് നീ ഏത് കുലത്തിലുള്ളതാണെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് അവനൊരു സൂതപുത്രനാണെന്ന് അറിയുന്നത്, ഒരു തേരാളിയുടെ മകനാണെന്ന്. ഇവൻ തേരാളിയുടെ മകനാണെന്ന് അറിയുമ്പോൾ ഭീമൻ അവനെ വല്ലാതെ അധിക്ഷേപിക്കുന്നുണ്ട്. ഇത് കാണുന്ന ദുര്യോധനൻ കർണൻ അർജുനനോളം ശക്തനാണെന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ കർണനെ അവൻ്റെ അംഗരാജ്യത്തെ രാജാവായിട്ട് വാഴിക്കുന്നു. എന്നിട്ട് ഇനി ഇവനൊരു രാജാവാണ്, ഇവൻ ഇനി രാജകുമാരന്മാരോട് മത്സരിക്കാം എന്ന് അവിടെ വെച്ച് പറയുന്നുണ്ട്. ആ ഒരു കാര്യം കൊണ്ട് കർണന് ലൈഫ് ലോങ് ദുര്യോധനനോട് സ്നേഹവും ലോയൽറ്റിയും വല്ലാത്തൊരു അടുപ്പവും
ഈ ഒരു കാരണം കൊണ്ടാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് യുദ്ധം നടക്കുമ്പോൾ അവസാന നിമിഷം വരെ കർണൻ ദുര്യോധനൻ്റെ കൂടെ തന്നെ നിൽക്കുന്നത്. ആ സീനാണ് ഇവിടെ അതുപോലെ തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് രാഷ്ട്രീയവുമായി ബ്ലെൻഡ് ചെയ്ത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അജയ് ദേവ്ഗൺ ഒരു ബാക്ക്വേർഡ് കാസ്റ്റിലുള്ള ആളാണ്. ഈ കാസ്റ്റിന് വേണ്ടിയിട്ട് അടുത്ത തവണ അവരുടെ ഏരിയയിൽ നിന്ന് ഇലക്ഷൻ നിൽക്കുന്നത് ഈ കാസ്റ്റിൽ തന്നെയുള്ള, പക്ഷേ ഇവർക്കൊന്നും അറിയാത്ത വിദേശത്ത് എവിടെയോ ഉള്ള ഒരാളാണ് കാൻഡിഡേറ്റായിട്ട് നിൽക്കുന്നത്. അത് ഈ നാട്ടിലുള്ള ആൾക്കാർക്ക്, പ്രത്യേകിച്ച് അജയ് ദേവ്ഗണും ടീമിനും ഓക്കെ അല്ല. അപ്പോൾ അവർക്ക് എലക്ഷന് നല്ലൊരു കാൻഡിഡേറ്റിനെ നിർത്തണമെന്നുണ്ട്. അപ്പോൾ സൂരജ് കുമാർ എന്ന് പറയുന്നത് ഇവൻ തന്നെ നിന്നാൽ മതി എന്നാണ് അവിടെ ഉള്ളവരൊക്കെ ആഗ്രഹം. പക്ഷേ ഒറ്റയ്ക്ക് അവൻ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ശകുനി, നമ്മുടെ ബാബുലാൽജി അവിടെ ഇടപെടുന്നു. അയാൾ പറയുന്നു, നീ പാർട്ടി ടിക്കറ്റിൽ മത്സരിക്കുക, പാർട്ടിക്ക് വേണ്ടി. അങ്ങനെ പോയിട്ട് പാർട്ടി ടിക്കറ്റ് ചോദിക്കുക എന്ന് പറഞ്ഞ് അജയ് ദേവ്ഗണെ ഇയാളാണ് ഇളക്കി വിടുന്നത്. അജയ് ദേവ്ഗൻ്റെ ക്യാരക്ടർ ആക്ച്വലി ഇവരുടെ വീട്ടിലെ ഡ്രൈവറുടെ മകനാണ്. ആ ഡ്രൈവറാണ് ഇയാളെ എടുത്തു വളർത്തുന്നത്. സോ നേരത്തെ പറഞ്ഞ തേരാളിയുടെ മകൻ എന്നതുപോലെ തന്നെ ഡ്രൈവറുടെ മകൻ. അങ്ങനെ അജയ് ദേവ്ഗൻ്റെ ക്യാരക്ടർ, നമ്മുടെ കർണൻ, ഇവരുടെ ഒരു പാർട്ടിയുടെ ഒരു മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് അവൻ്റെ ആവശ്യം പറയുന്നു, എനിക്കൊരു പാർട്ടി മെമ്പർഷിപ്പ് വേണമെന്നാണ്. പക്ഷെ അവിടെ ഭീമൻ്റെ ക്യാരക്ടറായിട്ടുള്ള പൃഥ്വിരാജ് പ്രതാപ് എന്ന് പറയുന്ന ക്യാരക്ടർ ഇയാളെ അധിക്ഷേപിക്കുന്നു, നിനക്കിതൊന്നും അർഹതയില്ല എന്ന് പറഞ്ഞ് പറഞ്ഞുവിടാൻ നോക്കുന്നു. ഈ സമയത്ത് ദുര്യോധനനായിട്ടുള്ള വീരേന്ദ്ര പ്രതാപ് ഇടപെടുന്നു. ഇതുവരെ പ്ലാനിങ് ആയിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. അയാൾ പറയുന്നു, ഇവന് ഞാൻ പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കുന്നു, നമ്മൾ അംഗരാജ്യത്തെ രാജാവായി വാഴിച്ച പോലെ. പിന്നെ ഈ വീരേന്ദ്രൻ്റെ അടുത്ത് തന്നെ ഒരു കസേരയിട്ട് അവിടെ സൂരജ് കുമാറിനെ ഇരുത്തുന്നു, ഏകദേശം പട്ടാഭിഷേകം പോലെ തന്നെ. അങ്ങനെ ഒരു മഹാഭാരതം സീനിനെ പക്ക പൊളിറ്റിക്കലായിട്ട് ഈ ഒരു സിനിമയിൽ നെക്സ്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി ഇവിടുന്ന് കഥ ഷിഫ്റ്റ് ആവുന്നത് ഗോഡ് ഫാദറിലേക്കാണ്. ഗോഡ് ഫാദർ നമുക്കറിയാം, ഗോഡ് ഫാദറിലെ ഡോൺ അദ്ദേഹത്തിന് വെടിയേൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് സണ്ണി എന്ന് പറയുന്ന അയാളുടെ മൂത്ത മകനാണ്. രണ്ടാമത്തെ മകൻ മൈക്കിൾ, അവൻ പട്ടാളത്തിലാണ്. അവൻ ഈ ഒരു ഫാമിലി ബിസിനസ്സിൽ ഒട്ടും താല്പര്യമില്ല. അതേപോലെയാണ് ഇവിടുത്തെ സീനുകളും. ഇവിടെ അർജുൻ രാംപാലിൻ്റെ പൃഥ്വിരാജ് പ്രതാപാണ് പൊളിറ്റിക്കൽ കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾ. ചന്ദ്രപ്രതാപിന് ശേഷം ഇയാളായിരിക്കും ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ചന്ദ്രപ്രതാപും ഇപ്പോൾ ആക്റ്റീവ്ലി ഇൻവോൾവ് ആണ്. ഗോഡ് ഫാദറിലെ പോലെ ഇവിടെയും ചന്ദ്രപ്രതാപിന് വെടിവെക്കുന്നു. അവിടേക്ക് മൈക്കിൾ വന്നതുപോലെ നമ്മളുടെ സമർ പ്രതാപും വരുന്നു. മൈക്കിൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അച്ഛനെ രക്ഷിക്കാൻ നോക്കുന്ന ഒരു സമയത്ത് ഒരു പോലീസുകാരനിൽ നിന്ന് ചേട്ടത്ത് അടി വാങ്ങുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും സമർ പ്രതാപനും ഒരു അടി കിട്ടുന്നുണ്ട്. ആ അടി കിട്ടുന്ന സീനിൽ നമുക്ക് ആ പോലീസുകാരനെ അപ്പോൾ കൊല്ലാനുള്ള ഒരു ദേഷ്യം വരും. പക്ഷെ അവിടെ കൃഷ്ണൻ്റെ ക്യാരക്ടറായിട്ടുള്ള ബ്രിജ് ഗോപാൽ വന്ന് കാര്യങ്ങൾ സോൾവ് ആക്കി ഈ സമറിനെ അകത്തേക്ക് കൊണ്ടുപോകും. കാരണം ഇവൻ്റെ ബ്ലഡ് ഗ്രൂപ്പാണ് അച്ഛന്. സോ ഇവൻ ബ്ലഡ് കൊടുക്കണം. ആ ഒരു സീനിലേക്കാണ് കൃഷ്ണൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ശരിക്കും ഉൾക്കൊണ്ട് ചെയ്തിരിക്കുന്നത്. അതായത് കൃഷ്ണൻ നയപരമായി ഡീൽ ചെയ്യുന്ന ആളാണ്. അയാൾ നേരെ കയറി അറ്റാക്ക് എന്നുള്ളൊരു രീതിയിൽ ചെയ്യുന്ന ഒരാളല്ല. സോ അവിടെ നയപരമായി ഡീൽ ചെയ്ത് പ്രശ്നം ഉണ്ടാക്കാതെ കാര്യം നടത്തുക എന്നുള്ളതാണ് ബ്രിജ് ഗോപാൽ ചെയ്യുന്നത്. അത് ആ ക്യാരക്ടറിനെ അതേപോലെ ഫോളോ ചെയ്തിട്ട് കൃത്യമായിട്ട് ആ സിനിമയ്ക്ക് ആവശ്യമുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഗംഭീര റൈറ്റിംഗ് ആണ് സീനൊക്കെ. പിന്നെ ഗോഡ് ഫാദറിലെ പോലെ തന്നെ സണ്ണി ഒരു എടുത്തുചാട്ടക്കാരനാണ്, ദേഷ്യക്കാരനാണ്. അതേപോലെ തന്നെയാണ് ഇവിടെയും പൃഥ്വിരാജ് ഒരു എടുത്തുചാട്ടക്കാരനും ദേഷ്യക്കാരനുമാണ്. സോ അവനെ കൊണ്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാകുമ്പോൾ മൈക്കിൾ അടുത്ത ഗോഡ് ഫാദർ ആവുന്നതുപോലെ ഇവിടെ സമർ പ്രതാപ് ഈ പൊളിറ്റിക്കൽ കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നു. സോ അവിടെ നിന്ന് പിന്നെ ഒരു ഗോഡ് ഫാദർ വൈബാണ് ആ സിനിമയ്ക്ക്. ഗോഡ് ഫാദറിൻ്റെ ഒരുപാട് ഇന്ത്യൻ അഡോപ്റ്റേഷൻസ് വന്നിട്ടുണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽ മറ്റൊരു മികച്ച അഡോപ്റ്റേഷനാണ് രാജ്നീതിയിലെ ഈ പോർഷൻസൊക്കെ. ഇനി നമ്മുടെ സ്ത്രീ കഥാപാത്രങ്ങൾ. ആദ്യം ദ്രൗപദിയുടെ കാര്യം പറയാം. ദ്രൗപദിയുടെ യഥാർത്ഥ കഥ എടുത്തു കഴിഞ്ഞാൽ അവളുടെ സ്വയംവരത്തിന് പോയി അമ്പ ചെയ്ത് ഇവൾ നേടിയെടുക്കുന്നത് അർജുനാണ്. പക്ഷേ 5 പേരും കൂടെ കല്യാണം കഴിക്കുന്നു എന്നേ ഉള്ളൂ. അതേപോലെ തന്നെ ഇവിടെയും സമറിൻ്റെ കാമുകിയാണ് ആദ്യം ഇന്ദു. പക്ഷേ പിന്നീട് ഇവൻ തന്നെ മുൻകൈ എടുത്ത് ഒരു പൊളിറ്റിക്കൽ ആവശ്യത്തിന് വേണ്ടി ഇവളെ അവൻ്റെ ചേട്ടനായിട്ടുള്ള പൃഥ്വിരാജിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നു. ഇവർ തമ്മിൽ മാനസികമായ ഒരു അടുപ്പം ഇല്ല. ഇതേപോലെ തന്നെയാണ് പഞ്ചപാണ്ഡവന്മാർ വിവാഹം കഴിക്കുമ്പോഴും. നമ്മൾ 2-ാം മൂഴമൊക്കെ വായിച്ചാൽ കൂടുതലായിട്ട് അറിയാം ഭദ്രയോട് ഭീമനൊരു ഇഷ്ടമുണ്ടെങ്കിലും അവൾക്കത് തിരിച്ചില്ല എന്നുള്ളൊരു കാര്യം. അങ്ങനെ ആധുനിക കാലമായതുകൊണ്ട് രണ്ടുപേരെയും ഒരുമിച്ച് വിവാഹം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ സിനിമയിലെ ദ്രൗപദി ഒരാളുടെ കാമുകിയായിട്ടിരുന്നിട്ട് മറ്റേ ആളെ വിവാഹം കഴിക്കുന്നു. ഇനിയാണ് സുഭദ്ര. കൃഷ്ണൻ്റെ സഹോദരിയായിട്ടുള്ള സുഭദ്രയും അർജുനൻ്റെ ഭാര്യയാണ്. അതേപോലെ ഒരു ക്യാരക്ടർ ഇതിലുണ്ട്, സാറ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അത് അവതരിപ്പിച്ച ആക്ട്രസിൻ്റെ പേര് സാറ എന്ന് തന്നെയാണ്. ഇവിടെ പക്ഷേ സുഭദ്ര ഇവനെ ബ്ലൈൻഡായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. ഇവളാണ് വന്നിട്ട് ഇവനെ വേറൊരു രീതിയിൽ കാണുന്നത്. ഇവൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന രീതിയിൽ സംസാരിക്കുന്നത് ഈ ഒരു സാറയുടെ ക്യാരക്ടറാണ്. പക്ഷേ സാറയുടെ കാര്യം വരുമ്പോൾ സുഭദ്രയെക്കാളും കൂടുതൽ ചേർച്ച ഗോഡ് ഫാദർ സിനിമയുമായിട്ടാണ്. ഗോഡ് ഫാദറിൽ 2 നായികമാരുണ്ട്. സിനിമ കണ്ടവർക്കറിയാം. സിസിലിയിൽ ചെന്നിട്ട് ഇവനൊരു പെൺകുട്ടിയെ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നുണ്ട്. പക്ഷേ അവളൊരു കാർ ബ്ലാസ്റ്റിൽ മരിച്ചു പോകുന്നു. പിന്നെ അവൻ്റെ പഴയ കാമുകിയെ
ആണ് ശരിക്കും അവൻ വിവാഹം കഴിക്കുന്നത്. അവൾ അവസാനം ഇവൻ ഗോഡ് ഫാദർ ആയെന്ന് അറിയുമ്പോൾ ഇവനോട് വന്നിട്ട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, അനിയത്തിയുടെ ഭർത്താവിനെ നീയാണോ കൊല്ലിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഗോഡ് ഫാദർ അല്ലെങ്കിൽ മൈക്കിൾ പറയുന്നു അല്ല എന്നൊരു നുണ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് അവൾ കാണുന്നത് ഗോഡ് ഫാദറിന്റെ മുറിയിലേക്ക് വരുന്ന ആളുകൾ വിധേയത്വത്തോടു കൂടിയും ഭയത്തോടു കൂടിയും അയാളുടെ കയ്യിൽ ചുംബിക്കുന്നതും അയാളുടെ കയ്യിൽ പിടിച്ച് നിൽക്കുന്നതുമാണ്. ഈ രണ്ട് കാര്യവും സാറയ്ക്ക് ഇവിടെ സംഭവിക്കുന്നുണ്ട്. സാറ ഇവരെ മുറിയിലേക്ക് കയറി വരുമ്പോൾ ഒരാൾ ഭയത്തോടു കൂടി സമറിന്റെ കാലിൽ പിടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച അവൾ കാണുന്നുണ്ട്. പിന്നെ സാറയുടെ അവസാനവും ഞാൻ നേരത്തെ പറഞ്ഞ സിസിലിയിലെ മൈക്കിളിന്റെ ഭാര്യയുടെ അവസാനം പോലെ തന്നെയാണ്. പിന്നെ വരുന്നത് വീണ്ടും മഹാഭാരതത്തിലെ സീനാണ്. മഹാഭാരതത്തിൽ കുന്തി കർണനെ പോയി കാണുന്നുണ്ട്. എന്നിട്ട് നീ എതിർക്കുന്നത് നിന്റെ സഹോദരങ്ങളെയാണ്, അതുകൊണ്ട് നീ ദുര്യോധനനെ വിട്ട് എൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ കൂടെ വരൂ എന്ന് കുന്തി പറയുന്നുണ്ട്. അതേപോലൊരു സീൻ ഇവിടെയുണ്ട്. പക്ഷെ സൂരജ് കുമാർ അവിടെ വെച്ച് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങളായിരിക്കാം എന്നെ പ്രസവിച്ചത്, പക്ഷേ ഞാൻ ഇന്ന ആളുടെ മകനാണ്, ഇവരാണ് എന്നെ വളർത്തിയത്, അതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗത്തേക്ക് വരില്ല, ഞാൻ വീരേന്ദ്രൻ്റെ കൂടെ തന്നെ നിൽക്കൂ എന്നവൻ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട്. ആ സീനിൽ അജയ് ദേവ്ഗണിൻ്റെ പെർഫോമൻസ് ഗംഭീരമാണ്. ഇവിടെ ഒരു ആഡഡ് ഇമോഷണൽ വെയിറ്റേജും കൂടെ ഉണ്ട്. അതായത് കർണൻ്റെ ക്യാരക്ടറായിട്ടുള്ള ഇവിടുത്തെ സൂരജ് കുമാർ ഓൾറെഡി ഇവൻ്റെ എതിർവശത്ത് നിൽക്കുന്ന സമറിനോടും പൃഥ്വിരാജിനോടും പല ക്രൂരതകളും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് അവർ ഇവൻ്റെ സഹോദരങ്ങളാണെന്ന് ഇവൻ മനസ്സിലാക്കുന്നത്. സോ അതിൻ്റെ ഒരു പെയിനും ആൾക്കുണ്ട്. പിന്നെ അത് ഹൈഡ് ചെയ്തിട്ടാണ് ഭാരതിയോട് ഞാൻ വരുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സീനിൻ്റെ ഒരു പെർഫോമൻസ് ഒക്കെ വളരെ രസമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇന്ത്യൻ പൊളിറ്റിക്സുമായിട്ടുള്ള കണക്ഷനാണ്. സിനിമയുടെ തുടക്കത്തിൽ ഭാരതിയെ ചന്ദ്രപ്രതാപുമായി ഒരു വിവാഹം കഴിപ്പിക്കുന്നുണ്ട്. അത് ഭാരതിക്ക് ഒരു ലൈഫ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, രണ്ട് പാർട്ടിയിലുള്ള ആൾക്കാർ തമ്മിലാണ് വിവാഹം കഴിപ്പിക്കുന്നത്. അങ്ങനെ ഈ രണ്ട് പാർട്ടിയുടെയും രാഷ്ട്രീയ ഭാവി സ്ട്രോങ് ആക്കുക എന്നതാണ് ബ്രിജ് ഗോപാൽ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിവാഹങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുമ്പ് നടന്നിട്ടുണ്ട്. ഒരു പാർട്ടിയിലുള്ള ഒരു നേതാവ് മറ്റൊരു പാർട്ടിയിലെ നേതാവിൻ്റെ മകളെ വിവാഹം കഴിക്കുന്നതിലൂടെ രണ്ട് പാർട്ടികളും ഒന്നാവുന്നു, രണ്ട് പാർട്ടികളും പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നു. ഇനി അടുത്ത കണക്ഷൻ, ഇതിനൊരു കൗതുകമുള്ളത്, ഈ കണക്ഷൻ ഇല്ല എന്നാണ് സംവിധായകനായ പ്രകാശ് ദാ പറഞ്ഞിട്ടുള്ളത്. കാരണം ആ ഒരു കണക്ഷൻ കാരണം അദ്ദേഹത്തിന് ഈ സിനിമയുടെ റിലീസ് തടയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. കാരണം അന്ന് കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നത്. അത് റീസെൻ്റ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിലും പുള്ളി പറഞ്ഞിരുന്നു. അന്ന് ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാർ വന്ന് ഈ സിനിമ കണ്ട് പിന്നീട് അദ്ദേഹം അത് കോടതിയിൽ എത്തിയതിന് ശേഷമാണ് ഈ സിനിമയ്ക്ക് അയാൾക്ക് റിലീസിനുള്ള അപ്രൂവൽ നേടിയെടുക്കാൻ പറ്റിയത്. ആ കണക്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ, ഇതിൽ ഇന്ദു എന്ന് പറയുന്ന ക്യാരക്ടറിന് സോണിയാഗാന്ധിയുമായിട്ട് ഒരു റിസംബ്ലൻസ് ഉണ്ട് എന്നതായിരുന്നു ആരോപണം. അതിൻ്റെ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, സോണിയാഗാന്ധി പൊളിറ്റിക്സിലേക്ക് വരുന്നത് എങ്ങനെയാണ്, രാജീവ് ഗാന്ധി ഒരു ബോംബ് ബ്ലാസ്റ്റിൽ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് സോണിയാഗാന്ധി കോൺഗ്രസിൻ്റെ നേതൃനിരയിലേക്ക് എത്തുന്നത്. അതേപോലെ തന്നെയാണ് ഈ സിനിമയിൽ ഇന്ദുവും പൊളിറ്റിക്സിലേക്ക് എത്തുന്നത്. പിന്നെ ഇന്ദുവിൻ്റെ വേഷമാണെങ്കിലും സോണിയാഗാന്ധിയുമായിട്ടൊരു സാമ്യത തോന്നും. പിന്നെ ഇന്ദുവായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് കത്രീന കൈഫാണ്. സോ ഒരു യൂറോപ്യൻ ഫേസ് കട്ടുള്ള ഒരു വനിത, ലുക്ക് വൈസ് ആണെങ്കിലും സിനിമയിലെ സിറ്റുവേഷൻ വൈസ് ആണെങ്കിലും ഒരുപാട് റിസംബ്ലൻസ് സോണിയാഗാന്ധിയുമായിട്ടുണ്ട്. പക്ഷെ സംവിധായകൻ അതില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം അന്ന് അങ്ങനെ പറഞ്ഞാലേ അത് റിലീസ് ആവുമായിരുന്നുള്ളൂ. പക്ഷേ സിനിമ കാണുന്ന നമുക്ക് നല്ല രീതിയിലൊരു റിസംബ്ലൻസ് ഫീൽ ചെയ്യും. പിന്നെ സിനിമ അവസാനിക്കുമ്പോൾ വീണ്ടും മഹാഭാരതത്തിലേക്ക് വരും. അവിടെ വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു കുരുക്ഷേത്ര യുദ്ധം നമുക്ക് കാണാം. മിനിമൽ എന്ന് പറഞ്ഞാൽ വളരെ മിനിമലാണ്. പക്ഷേ അവിടെ അവർ ബ്രില്യൻ്റ് ആയ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കർണൻ്റെ കവച കുണ്ടലങ്ങളെക്കുറിച്ച് നമുക്കറിയാം. കുണ്ടലം എന്ന് പറഞ്ഞാൽ ചെവിയിലിടുന്ന കമ്മലാണ്. ആ കുണ്ടലം തുടക്കം മുതൽ തന്നെ സൂരജ് കുമാറിനുണ്ട്. അടുത്തത് കവചമാണ്. കവചമായിട്ട് ഇവിടെ കാണിക്കുന്നത് ബുള്ളറ്റ് പ്രൂഫ് ആയിട്ടുള്ള വാഹനങ്ങളാണ്. സോ സിംബോളിക്കലി ബുള്ളറ്റ് പ്രൂഫ് വാഹനം ഒരു കവചം തന്നെയാണ്. അതിലിരിക്കുന്ന ആൾക്ക് വെടിയേക്കില്ല, കവചമുണ്ടെങ്കിൽ അമ്പേക്കില്ല. അത് ആ ഒരു വാഹനവും അതിൽ നിന്ന് പുറത്തിറങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ക്ലൈമാക്സിൽ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും അവസാനം കർണനെ കൊല്ലാനായിട്ടൊരു അവസരം കിട്ടുന്ന സമയത്ത് രഥചക്രം ചെളിയിൽ നിന്ന് ഉയർത്താൻ പോകുന്ന കർണനെ, ആയുധം താഴെ വെച്ച കർണനെ കൊല്ലാനായിട്ട് അർജുനനോട് പറയുന്നത് കൃഷ്ണനാണ്. അതേപോലെ തന്നെയാണ് ഇവിടെ ബ്രിജ് ഗോപാലാണ് സമർ പ്രതാപിനോട് ഈ അവസരം ഇനി കിട്ടില്ല എന്ന് പറഞ്ഞ് നിരായുധനായ സൂരജ് പ്രതാപിനെ കൊല്ലാനായിട്ട് പറയുന്നത്. സോ അവിടെ വീണ്ടും ഈ സിനിമ മഹാഭാരതത്തിലേക്ക് തന്നെ വന്നു. സോ ഈ ഒരു കോണ്ടാക്സ്റ്റ് അറിഞ്ഞതിന് ശേഷം ഇനി നിങ്ങൾ ഈ സിനിമ കാണുമ്പോൾ കുറച്ചുകൂടെ എൻജോയബിളായിട്ട് കാണാൻ പറ്റും. സോ നിങ്ങൾ ഇതുവരെ രാജ്നീതി എന്ന് പറയുന്ന സിനിമ കണ്ടില്ലെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക. 2000-ന് ശേഷം ഇറങ്ങിയ ഹിന്ദി സിനിമകളിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ഒരു ഹിന്ദി സിനിമകൾ ഒന്നാണ് രാജ്നീതി. പക്ഷെ അതിനുള്ള ഒരു അപ്രീസിയേഷൻ അല്ലെങ്കിൽ റെക്കഗ്നേഷൻ ആ സിനിമയ്ക്ക് കിട്ടിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സോ നിങ്ങൾ കണ്ടു നോക്കൂ, കണ്ടിട്ട് അഭിപ്രായം പറയൂ. കണ്ടിട്ടുള്ളവരും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യൂ. സോ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.